ഹലോ മൈ ഡിയർ നയൻറ്റീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? കഴിഞ്ഞ ദിവസം നമ്മൾ 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്പോഴും ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ റിവൈസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് മുൻ വർഷങ്ങളിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് മുൻ വർഷങ്ങളിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത്. വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുൻ വർഷങ്ങളിൽ തന്നെ ചോദിച്ചിട്ടുള്ള 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോ അധികം സമയം കളയണ്ട, നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ടും അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ള മെത്തേഡ്സിലോട്ടും കിടക്കാം. ഓക്കെ, അപ്പൊ ഇത് മുൻ വർഷങ്ങളിൽ നമ്മുടെ CBSE പരീക്ഷകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ള 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓരോരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് സോൾവ് ചെയ്ത് കൊണ്ടുവരാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: സൈക്ലിസ്റ്റ് ട്രാവൽസ് എ ഡിസ്റ്റൻസ് ഓഫ് 4 kilometers from P to Q and then moves a distance of 3 kilometers at right angles to PQ. ഫൈൻഡ് ദ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളതാണ് ചോദ്യം. ഗ്രാഫിക്കലി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഗ്രാഫിക്കലി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ഡയഗ്രം വരച്ചുകൊണ്ട് ഈ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ചോദ്യത്തിൽ തന്നിരിക്കുന്ന സിറ്റുവേഷനെ നമുക്കൊരു ഡയഗ്രം ആയിട്ട് ഒന്ന് വരച്ചു നോക്കാം. 4 kilometers ഫ്രം P to Q എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് പോയിന്റ് P എന്ന് വിചാരിക്കാം, ഇതാണ് Q എന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് 4 kilometers എന്ന് നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ആൻഡ് ദെൻ എ ഡിസ്റ്റൻസ് ഓഫ് 3 kilometers അറ്റ് റൈറ്റ് ആംഗിൾസ് ടു PQ. PQ എന്ന് പറയുന്ന എന്താ പറയാ ലെങ്ത്തിന് റൈറ്റ് ആംഗിൾഡ് ആയിട്ട് ഒരു 3 kilometers കൂടെ ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഫൈനലി എത്തുന്ന പോയിന്റ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ലെറ്റ് us നെയിം ഇറ്റ് ആസ് R. പോയിന്റ് നെയിം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, എന്നാലും നമുക്ക് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആ ഒരു പേര് കൊടുത്തിട്ടുള്ളതാണ് അതിന് വേണ്ടിയിട്ട്. ഓക്കെ, R എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോ ഈ ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് എവിടുന്നായിരുന്നു? P എന്ന് പറയുന്ന പോയിന്റ് നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ഫൈനലി ഏതൊക്കെ വഴിയിലൂടെ പോയിട്ട് R എന്ന് പറയുന്ന പൊസിഷനിലാണ് എത്തിയിട്ടുള്ളത്. കാരണം ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ നേരത്ത് നമുക്ക് ഈ വസ്തു സഞ്ചരിച്ച ദൂരങ്ങളൊന്നും നമ്മൾ നോക്കണ്ട, അല്ലെങ്കിൽ ഏത് പാത്തിലൂടെ പോയി എന്നൊന്നും നമ്മൾ കണക്കാക്കേണ്ടതില്ല. ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ മാത്രം നോക്കിയാൽ മതി. അപ്പോ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ, അതായിരിക്കും ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം PR എന്ന് പറയുന്ന ലെങ്ത് കണ്ടുപിടിച്ചാൽ അതായിരിക്കും ഈ വസ്തു കവർ ചെയ്തിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ്. ഈ PR എന്ന് നോക്കുമ്പോൾ ഡയഗ്രം കാണുമ്പോൾ നമുക്കറിയാം ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. PR എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ആണ്. പൈതഗോറസ് തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പൊ ഇവിടെ PR എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഡിസ്പ്ലേസ്മെന്റ് വിച്ച് ഇസ് S we can write equal to root of ബേസ് സ്ക്വയർ. ബേസിന്റെ ലെങ്ത് 4 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 4ന്റെ സ്ക്വയർ is 16 പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ്? 3. 3ന്റെ സ്ക്വയർ 9. 16 plus 9 is nothing but 25. അപ്പൊ root of 25 is equal to 5 kilometers. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് 5 ആണെന്ന് കിട്ടി. യൂണിറ്റ് എഴുതാൻ മറക്കരുത്. PQ എന്ന് പറയുന്ന ലെങ്ത്തും QR എന്ന് പറയുന്ന ലെങ്ത്തും കിലോമീറ്റേഴ്സിലായതുകൊണ്ട് നമുക്ക് കിട്ടുന്ന PR ഡിസ്പ്ലേസ്മെന്റും കിലോമീറ്ററിൽ തന്നെയായിരിക്കും. 5 kilometers വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു 2 മാർക്ക് ആയിരുന്നു അല്ലെ? അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. A bus decreases its speed from 80 kilometers per hour to 50 kilometers per hour in 4 seconds. Find the acceleration of the bus. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, പല കുട്ടികൾക്കും സംശയമുള്ളതാണ്. ചില സമയത്ത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ km/h തന്നെ ചെയ്യും, ചില സമയത്ത് മാത്രമാണ് നമ്മൾ അതിനെ m/s കൺവേർട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, m/s ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി m/s നിർബന്ധമാക്കിയിട്ടുള്ള ഒരു സമയമുണ്ട്, അത് ആക്സിലറേഷൻ ഉൾപ്പെടുന്ന ചോദ്യങ്ങളിൽ എപ്പോഴും km/h നമുക്ക് ചെയ്യാനേ പറ്റില്ല. നമ്മൾ m/s കൺവേർട്ട് ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ആക്സിലറേഷൻ ഇല്ലാത്ത ഒരു യൂണിഫോം മോഷൻ ആണ്, അവിടെ ഒരു ആവറേജ് സ്പീഡ്, ആവറേജ് വെലോസിറ്റി ഒക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് km/h തന്നിരിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് എളുപ്പമാണെങ്കിൽ km/h തന്നെ സോൾവ് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. യൂണിഫോം മോഷൻ ആണെങ്കിൽ. അതേസമയം ആക്സിലറേഷൻ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും km/h നമ്മൾ m/s മാറ്റിയിട്ട് മാത്രമേ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നമ്മുടെ ചോദ്യം ആക്സിലറേഷൻ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അതുകൊണ്ട് തന്നിരിക്കുന്ന സ്പീഡ് അത് 80 kilometers എന്ന് പറയുന്ന ഒരു ഇനീഷ്യൽ സ്പീഡും തന്നിട്ടുണ്ട്, 50 kilometers എന്ന് പറയുന്ന ഒരു ഫൈനൽ സ്പീഡും തന്നിട്ടുണ്ട്. ഇതിനെ രണ്ടിനെയും നമുക്ക് m/s മാറ്റണം. km/h m/s കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത്
ഇനീഷ്യൽ വെലോസിറ്റിനെ നമുക്ക് u എന്ന് കൊടുക്കാം. u is equal to 80 km/h ആണ്. അപ്പൊ ഞാൻ അതിനെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട് ടു കൺവേർട്ട് ഇൻടു മീറ്റർ പെർ സെക്കൻഡ്. ഞാൻ ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് 14 എഴുതാം, ഇവിടെ 9 എഴുതാം, വിച്ച് വിൽ ബിക്കം 200/9 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് ഇനീഷ്യൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി തന്നിരിക്കുന്നത് 50 km/h എന്നാണ്. അപ്പൊ അതിനെയും ഞാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. I can write here as 25 and here as 9. So it becomes 25 into 5 എത്രയാ? 125 അല്ലേ? 125/9 മീറ്റർ പെർ സെക്കൻഡ്. യു കിട്ടിയിട്ടുണ്ട്, വി കിട്ടിയിട്ടുണ്ട്, തന്നിട്ടുള്ളതാണ് ഈ ചോദ്യത്തിൽ. ഇനി അടുത്തത് വേറെ എന്തോ ഒരു ഇൻഫർമേഷൻ കൂടെ തന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? ഇൻ 4 സെക്കൻഡ്. 4 സെക്കൻഡ് എന്ന് പറയുന്നത് അവിടുത്തെ ടൈം പീരിയഡ് ആണ്. അപ്പോൾ ടി ഇസ് ഈക്വൽ ടു 4 സെക്കൻഡ്. ആക്സിലറേഷൻ എ എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ അനുസരിച്ച് v ഈക്വൽ ടു u പ്ലസ് at ആദ്യം നമുക്ക് എ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ തന്നെ നമുക്ക് ആക്സിലറേഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡെഫിനേഷൻ ഓഫ് ആക്സിലറേഷൻ പഠിച്ചിട്ടുള്ളത് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ എന്നുള്ളതാണ്. അപ്പൊ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടി. ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 125/9 മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 200/9, ടൈം എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ 4 ആണ്. അപ്പൊ 125 മൈനസ് 200 ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് 75/9/4 എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ 4 എഴുതാം അല്ലെ. ഈ 75നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മൈനസ് 18.75 എന്നാണ് കിട്ടുന്നത് അല്ലെ. ഇനി ഇതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് 2.08. ഓക്കെ, മൈനസ് 2.08 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നുള്ളതാണ് ആക്സിലറേഷന്റെ യൂണിറ്റ്. പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഫോർമുല എഴുതണം, സബ്സ്റ്റിറ്റ്യൂഷൻ കറക്റ്റ് ആയിട്ട് കാണിക്കണം, സോൾവ് ചെയ്ത് കറക്റ്റ് ആൻസറിലോട്ട് എത്തുക, പ്ലസ് യൂണിറ്റ് എഴുതുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഏത് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴും നോക്കണം കേട്ടോ. ഇവിടെ നമ്മൾ ഫോർമുല എഴുതി a ഈക്വൽ ടു b മൈനസ് u ബൈ ടി, സബ്സ്റ്റിറ്റ്യൂഷൻ കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്, സോൾവ് ചെയ്തു, എന്നിട്ട് ആൻസർ എഴുതുമ്പോൾ യൂണിറ്റും കൂടെ എഴുതാം. ഓക്കെ, 2 മാർക്ക് നമ്മൾ ഇവിടെയും ഈസി ആയിട്ട് സ്കോർ ചെയ്തു. മൂന്നാമത്തെ ചോദ്യം, an electric train is moving with a velocity of 120 km/h. How much distance will it cover in 30 seconds? ഈ ഒരു ചോദ്യത്തിനോടനുബന്ധിച്ച് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല്, നമ്മൾ ഈ ലെസണില് സ്പീഡും വെലോസിറ്റിയും ഡിഫറെന്റ് ആണെന്നും ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഡിഫറെന്റ് ആണെന്നും പഠിച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് ഈ വെലോസിറ്റിയും ഡിസ്റ്റൻസും സ്പീഡും എല്ലാം മിക്സ് ചെയ്തിട്ട് തരും. ശരിക്കും പറഞ്ഞാൽ വെലോസിറ്റി കണ്ടുപിടിച്ചാൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ആണ് അറിയാൻ പറ്റുന്നത് അല്ലെ, കാരണം വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. പക്ഷെ ഈ ചോദ്യത്തിൽ വെലോസിറ്റിനെയും ഡിസ്റ്റൻസിനെയും ഇക്വേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. വെലോസിറ്റി തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. കാരണം ഈ ചാപ്റ്ററിൽ നമ്മൾ കൂടുതലും പഠിക്കുന്നത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതായത് ഒരു ഇലക്ട്രിക് ട്രെയിൻ അതൊരു സ്ട്രെയിറ്റ് റെയിൽവേ ട്രാക്കിലൂടെ പോകുന്ന രീതിക്കാണ്. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്ന വസ്തുവിനെ സംബന്ധിച്ച് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആണ്. അതുപോലെ തന്നെ വെലോസിറ്റിയും സ്പീഡും ഈക്വൽ ആണ്. അപ്പൊ ചോദ്യത്തിൽ സ്പീഡും തന്നാലും നമുക്ക് വെലോസിറ്റി എടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഗിവൺ അതർവൈസ്. അതായത് ഇപ്പൊ കുറച്ച് ദൂരം ഇങ്ങോട്ട് സഞ്ചരിച്ചു, പിന്നെ അവിടുന്ന് കുറച്ച് വേറെ ഡയറക്ഷനിൽ സഞ്ചരിച്ചു എന്നൊക്കെ പറയുന്നില്ലെങ്കിൽ നമ്മൾ വെലോസിറ്റിക്കും സ്പീഡും ഒക്കെ ഒരുപോലെ എടുക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ, അതായത് ഡയറക്ഷൻ ചേഞ്ചസ് ഉണ്ടെങ്കിൽ വെലോസിറ്റിയും സ്പീഡും ഡിഫറെന്റ് ആണ്, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ചോദ്യത്തിൽ an electric train is moving with a velocity of 120 km/h. How much distance will it cover in 30 seconds എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോ വെലോസിറ്റി എന്ന് പറയുന്നതിന്റെ ഫോർമുല നമുക്ക് എന്ത് എഴുതാം? v is equal to s by t. ഇവിടെ ആക്സിലറേഷനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. 120 km/h തന്നെയാണ് അത് 30 സെക്കൻഡ്സ് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ. The question is how much distance will it cover? അപ്പോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഫോർമുല അനുസരിച്ച് വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. വെലോസിറ്റി 120 km/h എന്നാണ് തന്നിരിക്കുന്നത്. അതിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് ആക്കാനായിട്ട് ഇൻറ്റു 5/18 ചെയ്യാം. എന്നിട്ട് ടൈമിനെ 30 സെക്കൻഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടാൻ പോകുന്നത് മീറ്ററിലാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെലോസിറ്റിനെ 120 km/h തന്നെ വെക്കാം.
എന്നിട്ട് 30 സെക്കൻഡ് എന്നുള്ളതിനെ 30 ഡിവൈഡഡ് ബൈ 60 into 60 എന്ന് പറയുന്ന അവറിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഡിസ്റ്റൻസ് കിലോമീറ്ററിലായിരിക്കും. ഏത് രീതിയിൽ ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളതാണ് കേട്ടോ. ഒന്നുകിൽ നിങ്ങൾ സ്പീഡിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ടൈം സെക്കൻഡിൽ തന്നെ നിലനിർത്തിയിട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസർ മീറ്ററിലായിരിക്കും. അല്ലെങ്കിൽ വെലോസിറ്റിനെ നമുക്ക് കിലോമീറ്റർ പെർ അവറിൽ തന്നെ നിർത്താം, ടൈമിനെ അവറിലാക്കാം. അല്ലാതെ കിലോമീറ്റർ പെർ അവറും സെക്കൻഡും അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ 120 ഡിവൈഡഡ് ബൈ 80 എന്ന് പറയുമ്പോൾ നമുക്ക് 6 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലെ. 6 കൊണ്ട് ഇത് 3 ആണ്, ഇത് വരുമ്പോഴോ 20 എന്ന് വരും. ഇനി ഈ 3യും കട്ടായി പോകുമ്പോൾ ഇവിടെ 10 എന്ന് വരും. റൈറ്റ്, സോ 2 into 5 is 10. 10 കൂടാതെ ഇവിടെ 2 സീറോസും കൂടെ ഉണ്ട്. അപ്പൊ 1000 meters അല്ലെങ്കിൽ 1 kilometer. ഇതിൽ ഏത് ആൻസർ എഴുതിയാലും ഇവിടെ നിങ്ങൾക്ക് മാർക്കൊന്നും തെറ്റിപ്പോകില്ല, മാർക്കൊന്നും കുറഞ്ഞു പോകില്ല. ഓക്കെ, അപ്പോ 1000 meter എന്നാണ് കിട്ടിയത്, അല്ലെങ്കിൽ 1 kilometer എന്ന് എഴുതാം. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? Giving one example each, distinguish between uniform acceleration and non-uniform acceleration. ആദ്യം നമുക്ക് എന്താണ് യൂണിഫോം ആക്സലറേഷൻ ആൻഡ് നോൺ യൂണിഫോം ആക്സലറേഷൻ എന്നുള്ള ഡെഫിനേഷൻ എഴുതാം. അതിനുശേഷം ഓരോ എക്സാമ്പിൾസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് 2 മാർക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റി. എന്താണ് യൂണിഫോം ആക്സലറേഷൻ? ആക്സലറേഷൻ എന്ന് പറയുന്നത് there should be a change in velocity. യൂണിഫോം ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? The change is going to be uniform. അതായത് വെലോസിറ്റി കൂടി വരുന്നു അല്ലെങ്കിൽ കുറഞ്ഞു വരുന്നു. ആ കൂടുന്ന എമൗണ്ട് അല്ലെങ്കിൽ കുറയുന്ന എമൗണ്ട് അത് കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ ഒരു കാർ മൂവ് ചെയ്യാണ്, ഇനീഷ്യലി അതിന്റെ സ്പീഡ് 20 ആയിരുന്നു, 20 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. അടുത്ത സെക്കൻഡിൽ 30 മീറ്റർ പെർ സെക്കൻഡ്, നെക്സ്റ്റ് സെക്കൻഡിൽ 40 മീറ്റർ പെർ സെക്കൻഡ്, നെക്സ്റ്റ് സെക്കൻഡിൽ 50 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെ കൂടുന്നുണ്ട്, പക്ഷെ കൂടുന്നതിൽ ഒരു താളമുണ്ട്. അങ്ങനെയുള്ളതിനെയാണ് യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയുന്നത്. നോൺ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്പീഡ് ഈസ് ഇൻക്രീസിങ് without any uniformity. Which means there is unequal change in speed in equal intervals of time എന്നുള്ളതാണ് നോൺ യൂണിഫോം ആക്സിലറേഷൻ. യൂണിഫോം ആക്സിലറേഷൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് ഫ്രീ ഫോൾ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് ഒരു വസ്തു മുകളിൽ നിന്നിട്ട് താഴേക്ക് വരുന്നുണ്ട്. താഴേക്ക് വരുന്ന സമയത്ത് അതിന്റെ സ്പീഡ് കൂടി വരും. ആ കൂടുന്നത് ഒരു താളത്തിലാണ്, അതായത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇൻക്രീസ് ആണ് വരുന്നത്. അപ്പോൾ യൂണിഫോം ആക്സിലറേഷനുള്ള എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഫ്രീ ഫോൾ ആണ്. നോൺ യൂണിഫോം ആക്സിലറേഷൻ നമുക്ക് പറയാൻ പറ്റുന്നത് മോഷൻ ഓഫ് എ കാർ ഇൻ എ ബിസി റോഡ്. ഒരു ബിസി ആയിട്ടുള്ള റോഡിലൂടെ കാർ മൂവ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് കുറച്ച് സ്പീഡിൽ പോകും, ചില സമയത്ത് കുറയ്ക്കേണ്ടി വരും. അതിന് നമുക്കൊരു യൂണിഫോമിറ്റി കീപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം അവിടുത്തെ റോഡിന്റെ തിരക്കനുസരിച്ച് കാറിന്റെ സ്പീഡ് കൂട്ടും കുറയ്ക്കും ഒക്കെ ചെയ്യേണ്ടി വരും അല്ലെ. സാധാരണ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള എല്ലാ തരത്തിലുള്ള മോഷനും നോൺ യൂണിഫോം മോഷനാണ്, നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്നതെല്ലാം. ഓക്കെ, അപ്പൊ യൂണിഫോം മോഷന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് there will be an equal change in speed in equal intervals of time. There is no അല്ലെങ്കിൽ unequal change in speed in equal intervals of time ആണ് നോൺ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയുന്നത്. യൂണിഫോം ആക്സിലറേഷൻ ഫ്രീ ഫോൾ ആണ് എക്സാമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്നത്. നോൺ യൂണിഫോം ആക്സിലറേഷൻ മോഷൻ ഓഫ് എ കാർ ഇൻ എ ബിസി റോഡ് എന്നുള്ളത് എഴുതാം നമുക്ക്. ഓക്കെ, അടുത്തത് നമുക്ക് കുറച്ച് ഡാറ്റാസ് തന്നിട്ടുണ്ട്, ടൈമും ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. അതിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് വരയ്ക്കാനാണ് പറയുന്നത്. ഈ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ ഏത് വാല്യൂ ആണ് വൈ ആക്സിസിൽ എടുക്കേണ്ടത്? ഡിസ്റ്റൻസ് ആണ് വൈ ആക്സിസിൽ എടുക്കേണ്ടത്. ടൈം ഷുഡ് ബി ടേക്കൺ ഇൻ ദ എക്സ് ആക്സിസ്. ഇവിടെ ഞാൻ ടൈം എന്ന് എഴുതി, ഇവിടെയാണ് ഞാൻ ഡിസ്റ്റൻസ് എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഡിസ്റ്റൻസ് മീറ്ററിലാണെന്നും ടൈം സെക്കൻഡിലാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എസിന്റെ ബ്രാക്കറ്റിൽ മീറ്റർ എന്നും ടിയുടെ ബ്രാക്കറ്റിൽ സെക്കൻഡ് എന്നും എഴുതാം. അതാണ് ഏറ്റവും നല്ലൊരു രീതി. ഇനി ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഒരു സ്കെയിൽ എടുക്കണം അല്ലെ. നമുക്ക് എന്താ പറയാ, മാത്സിലൊക്കെ പഠിച്ചു കാണും എങ്ങനെയാ ഗ്രാഫ് വരയ്ക്കേണ്ടതെന്നുള്ളത്. ഇപ്പൊ ടൈം ആക്സിസിലെ ഇന്റർവെൽസ് എങ്ങനെയാണ്? 0, 2, 4, 6 എന്നുള്ളതാണ്. അപ്പൊ ടൈം ആക്സിസിൽ ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഇത് 0, ഇത് 2, ഇത് 4, ഇത് 6, ഇത് 8, അങ്ങനെ 2ന്റെ ഇന്റർവെൽസിലാണ് ടൈം ആക്സിസിൽ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഡിസ്റ്റൻസിന്റെ ഇന്റർവെൽസ് നോക്കൂ, 0, 5, 10, 20 എന്നാണ്. അപ്പൊ പക്ഷെ നമ്മള് ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ തന്നിരിക്കുന്ന വാല്യൂ അതേപടി എഴുതാൻ പാടില്ല. നമ്മൾ ഫിക്സഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ സ്കെയിൽ ചൂസ് ചെയ്യണം. അതായത് 0, 5 എന്ന് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ 10, പിന്നെ 15, പിന്നെ 20 അങ്ങനെ എഴുതാൻ പാടുള്ളൂ കേട്ടോ. അല്ലാതെ തന്നിരിക്കുന്ന നമ്പേഴ്സ് അതേപടി നമ്മൾ എഴുതരുത്. നമ്മൾ 5ന്റെ സ്കെയിലാണ് വൈ ആക്സിസിൽ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ 0 കഴിഞ്ഞാൽ 5, 5 കഴിഞ്ഞാൽ 10, 10 കഴിഞ്ഞാൽ 15,
ഇനി അടുത്തത് 20, പിന്നെ അടുത്തത് 25, അങ്ങനെയാണ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി പോയിന്റ്സ് ഒന്ന് മാർക്ക് ചെയ്യുക. 0 കറസ്പോണ്ട്സ് ടു 0. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തത് ഇവിടെയാണ്. ഇനി രണ്ടാമത്തേത് എന്താ? 2 സെക്കൻഡ് ആകുമ്പോൾ ഡിസ്റ്റൻസ് 5 മീറ്റേഴ്സ് ആണ്. അപ്പൊ 2ഉം 5ഉം കണക്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ആണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. അടുത്തത് 4 സെക്കൻഡിൽ 10 മീറ്റേഴ്സ് ആണ് ഡിസ്റ്റൻസ്. അപ്പൊ 4ന് നമുക്ക് 10. ഓക്കെ, മാത്സിൽ നിങ്ങൾ പഠിച്ചു കാണുമല്ലോ എങ്ങനെയാണ് പോയിന്റ്സ് മാർക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി പറഞ്ഞിരിക്കുന്നത് 6ല് 20 എന്നുള്ളതാണ്. 6ന് കറസ്പോണ്ടിങ് ആയിട്ട് 20 ആണ്. അപ്പൊ ഇവിടെയാണ് ഞാൻ അടുത്ത പോയിന്റ് മാർക്ക് ചെയ്തത്. 4 പോയിന്റ്സ് കിട്ടി. ഈ 4 പോയിന്റ്സിനെയും കണക്ട് ചെയ്ത് ഒരു ലൈൻ വരച്ചാൽ അതാണ് നമ്മളുടെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്. അപ്പൊ ഗ്രാഫ് വരയ്ക്കാനായിട്ട് എല്ലാവർക്കും അറിയാം, മാത്സിൽ ഉപയോഗിച്ചിട്ടുള്ള അതേ ടെക്നിക്ക് തന്നെയാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഡിസ്റ്റൻസ് y ആക്സിസിലും ടൈം x ആക്സിസിലും എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ഗ്രാഫ്സ്. നമുക്ക് രണ്ട് വെലോസിറ്റി ടൈം ഗ്രാഫ്, രണ്ടും വെലോസിറ്റി ടൈം ഗ്രാഫ്സ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിന്റെ രണ്ടും തമ്മിൽ ഡിഫറൻസ് എന്താണെന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഫസ്റ്റ് ഗ്രാഫിലെ എ ബി എന്ന് പറയുന്ന ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഒറിജിൻ ഓഫ് ദ ഗ്രാഫ്. ഈ ഗ്രാഫിന്റെ ഒറിജിനെ നമ്മൾ 0 വാല്യൂ എന്നാണ് കൊടുക്കാറുള്ളത് അല്ലെ. അതേസമയം രണ്ടാമത്തെ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒറിജിനിൽ നിന്നല്ല. ഒറിജിൻ എന്ന് പറയുന്നത് ഇവിടെയാണ് ഗ്രാഫിന്റെ ഒറിജിൻ. പക്ഷെ ഇതൊരു നോൺ 0 വാല്യൂ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ട് ഗ്രാഫും സ്ട്രെയിറ്റ് ലൈൻ ആണ്, മേക്കിംഗ് എൻ ആംഗിൾ വിത്ത് എക്സ് ആക്സിസ് തന്നെയാണ് അല്ലെ. രണ്ടും പാരലൽ ആയിട്ടുള്ള ലൈൻ ഒന്നും അല്ല, സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്. അതിന്റെ അർത്ഥം velocity is increasing with respect to time. രണ്ടിലും velocity is increasing with respect to time. ഈ ഇൻക്രീസ് യൂണിഫോംലി ഇൻക്രീസ് ആണ് സംഭവിച്ചിട്ടുള്ളത് അല്ലെ, ഒരേപോലെയുള്ള ഇൻക്രീസ് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. വിച്ച് മീൻസ് both the graphs represent increase in velocity with respect to time, which means it is പോസിറ്റീവ് ആക്സിലറേഷൻ, യൂണിഫോം ആക്സിലറേഷൻ. അതായത് ഇൻക്രീസ് സെയിം ആണ്, അപ്പോൾ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ വിത്ത് പോസിറ്റീവ് ആക്സിലറേഷൻ. പോസിറ്റീവ് ആക്സിലറേഷൻ എന്ന് വെച്ചാൽ വെലോസിറ്റിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചോദിച്ചിരിക്കുന്നത് ഡിഫറൻസ് എന്താണെന്നുള്ളതാണ്. അപ്പൊ രണ്ടും ഇതേ മോഷൻ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓൺലി ഡിഫറൻസ് ഇസ് for the first object initial velocity is 0. കാരണം ഇത് 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. സെക്കൻഡ് ഒബ്ജക്റ്റിനാണെങ്കിൽ there is a non zero initial velocity. ഇനീഷ്യൽ വെലോസിറ്റി വേറെ എന്തോ വാല്യൂ ആണ്, വാല്യൂ തന്നിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, the difference between the two graphs is first one represent motion of an object with 0 uniform velocity, second one represent motion of a uniformly accelerated object with non-zero initial velocity എന്നുള്ളതാണ്. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ഇവ തമ്മിലുള്ള ഡിഫറൻസ്. രണ്ടും റെപ്രസെന്റ് ചെയ്യുന്നത് ഇൻക്രീസ് ഇൻ വെലോസിറ്റി ആണ്, കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണ്, പോസിറ്റീവ് ആക്സിലറേഷൻ ആണ്. അപ്പൊ അതൊന്നും അല്ല ഡിഫറൻസ്, ഓൺലി ഇൻ ടേംസ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി. മനസ്സിലായല്ലോ അല്ലെ? പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കിയിട്ടില്ല എന്നാണ് എന്റെ വിചാരം കേട്ടോ. അടുത്ത ചോദ്യം, ഏഴാമത്തെ ക്വസ്റ്റ്യൻ, പാർട്ടിക്കിൾ മൂവ്സ് 3 meters north, then 4 meters east and finally 6 meters south. ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ ഡയഗ്രാം വരച്ചിട്ട് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുന്നതായിരിക്കും എളുപ്പം. ആദ്യം നമുക്ക് നോർത്ത്, ഈസ്റ്റ്, സൗത്ത് ഡയറക്ഷനിലൊക്കെ ഇത് മൂവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ 3 meters നോർത്ത്. അപ്പൊ നോർത്ത് എന്നുള്ളത് ഞാൻ അപ്വേർഡ് ഡയറക്ഷൻ ആയിട്ട്, സാധാരണ നമ്മൾ എടുക്കുന്ന ഡയറക്ഷൻ ഇങ്ങനെയാണല്ലോ, നോർത്ത്, ഇത് ഈസ്റ്റ്, പിന്നെ സൗത്ത്, വെസ്റ്റ്. ആ ഒരു കൺസെപ്റ്റിൽ തന്നെ ഞാൻ ഡയഗ്രാം വരയ്ക്കുവാണ്. അപ്പൊ 3 meters നോർത്ത് എന്ന് പറഞ്ഞിട്ട്, അപ്പൊ നോർത്തിലോട്ട് 3 meters പോയി. അതിനുശേഷം എന്ത് സംഭവിച്ചു? 4 meters ഈസ്റ്റ്. അവിടെ നിന്ന് 4 meters ഈസ്റ്റിലോട്ട് പോയി. അതിനുശേഷം എന്ത് സംഭവിച്ചത്? ഫൈനലി 6 meters സൗത്ത്. ഇനി ഇവിടെ നിന്ന് 6 meters സൗത്ത്. ഓക്കെ, ഇത് 3 meter ആകുമ്പോൾ 6 എന്ന് പറയുമ്പോൾ ഞാൻ അതിന്റെ ഡബിൾ ആയിട്ട് ലൈൻ വരച്ചിട്ടുണ്ട്. ഇതാണ് 6 meters. അപ്പോൾ ഈ ഒബ്ജക്ട് സ്റ്റാർട്ട് ചെയ്തത് എന്നായിരുന്നു, എന്നിട്ട് ഫൈനലി എത്തിയത് ബിയിലാണെന്ന് നമ്മൾ സങ്കല്പിച്ചു അല്ലെ. ഇപ്പൊ 6 meters സൗത്ത് എന്ന് പറയുമ്പോൾ ഫൈനൽ പൊസിഷൻ എവിടെയാണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഡിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണമായിരുന്നു. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനായിട്ട് ഒറ്റ മാർഗ്ഗേ ഉള്ളൂ. ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്സ് തമ്മിൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ ആ ലൈനിന്റെ ലെങ്ത് ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു എ ബി എന്ന് പറയുന്ന ലൈനിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ എളുപ്പമുള്ള ഒരു മാർഗം എന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. അങ്ങനെ വരും. എന്നിട്ട് അതിനെ നമുക്ക് ഇപ്പൊ ഓന്നോ എന്തെങ്കിലും പോയിന്റ് മാർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഞാൻ നിങ്ങളോട് പറയാൻ എളുപ്പത്തിൽ ഞാനൊരു ഓ എന്ന് പറയുന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്തു.
അപ്പൊ ഈ എ ഒ ബി എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളും എ ബി എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസും ആണ്. അപ്പൊ നമുക്കിവിടെ പൈത്തഗോറസ് തിയറം ഉപയോഗിക്കാമല്ലോ. പൈത്തഗോറസ് തിയറം അനുസരിച്ച് എ ബി എന്ന് പറയുന്ന ലെങ്ത്, അതാണ് നമ്മളുടെ ചോദ്യത്തിലെ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് വരുന്നത്, വിച്ച് ഷുഡ് ബി ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ബേസ് എന്ന് പറയുന്നത് ലെങ്ത് എ ഒ ആണ്. ഇത് 4 മീറ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ലെങ്തും 4 മീറ്റർ തന്നെയായിരിക്കണം അല്ലെ. 4ന്റെ സ്ക്വയർ 16 പ്ലസ്, ഇനി ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒ ബി എന്ന് പറയുന്ന ലെങ്ത് ആണ്. ഇവിടെ നിന്ന് ടോട്ടലി ഇത് 6 മീറ്റർ ആയിരുന്നു, പക്ഷെ ഇവിടെ വരെയുള്ള ലെങ്ത് നമുക്കറിയാം അതെന്താണ്, ഇതിനോട് പാരലൽ ആണ്, അപ്പൊ 3 മീറ്റർ ആണ്. അപ്പൊ റിമൈനിങ് ഒ ബി എന്ന് പറയുന്നത് 3 ആണ്. 3ന്റെ സ്ക്വയർ 9. റൂട്ട് ഓഫ് 16 പ്ലസ് 9 നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റിന്റെ വേറെ രീതിക്ക് ചോദിച്ചു എന്നേ ഉള്ളൂ. ഇറ്റ് ഈസ് റൂട്ട് ഓഫ് 25. റൂട്ട് ഓഫ് 25 എന്ന് പറയുന്നത് 5. ഇവിടെ നമുക്ക് യൂണിറ്റ്സ് എല്ലാം മീറ്ററിലാണ് തന്നിരിക്കുന്നത്, അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസറും മീറ്ററിൽ തന്നെ ആയിരിക്കണം. അപ്പൊ ഈ ഒരു ചോദ്യത്തിൽ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ജേർണി ഇസ് ഗോയിങ് ടു ബി 5 meters എന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. 8ാമത്തെ ചോദ്യം. A body can have 0 average velocity but not 0 average speed. Justify. ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ ആണ്. ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈം ടേക്കൺ ആണ്. ഒരു വസ്തു മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെ ഡയറക്ഷനിൽ മൂവ് ചെയ്താലും അതിന് ഡിസ്റ്റൻസ് 0 ആവാൻ പറ്റില്ല. കാരണം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആക്ച്വൽ ലെങ്ത് ഓഫ് ദ പാത്ത് കവേർഡ് ബൈ ദ ഒബ്ജക്റ്റ് ആണ്. അപ്പൊ മൂവിംഗ് ഒബ്ജക്റ്റ് ഡെഫിനറ്റ്ലി അത് ഏതെങ്കിലുമൊക്കെ പാത്ത് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോ while answering this question, what you should write is, we know that average velocity equal to total displacement by total time taken, average speed is equal to total distance by total time taken. എന്നിട്ട് എഴുതണം, for a moving object distance cannot be 0 and hence average speed cannot be 0. Whereas if an object starting from a point and comes back to the same point, ഒരു വസ്തു ഒരു പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്തു അതേ പോയിന്റിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വിൽ ബി 0 ആൻഡ് ഇൻ ദാറ്റ് കേസ് ആവറേജ് വെലോസിറ്റി ക്യാൻ ബി 0. അതായത് ആവറേജ് വെലോസിറ്റി എപ്പോഴും 0 എന്നല്ല അതിന്റെ അർത്ഥം. ആവറേജ് വെലോസിറ്റി 0 ആവാൻ പറ്റും. എപ്പോഴാണ് പറ്റുന്നത്? when the object start from a point and moves around and comes back to the same point. അങ്ങനെ വരുന്ന സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് 0 ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആവറേജ് വെലോസിറ്റി 0 ആയി മാറും അല്ലെ. 9ാമത്തെ ചോദ്യം. A train 100 meter long is moving with a velocity of 60 km/h. ഇവിടെ ആക്സിലറേഷനെ കുറിച്ചൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പൊ 60 km/h അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. Find the time it takes to cross the bridge 1 kilometer long. 1 kilometer ലെങ്ത് ഉള്ള ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യാനായിട്ട് എത്രത്തോളം സമയം എടുക്കും എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഈ ബ്രിഡ്ജിന് 1 കിലോമീറ്റർ ലെങ്ത് ഉണ്ട്, അത് കൂടാതെ ട്രെയിനിന് 100 മീറ്റർ ലെങ്ത് ഉണ്ട്. അപ്പൊ ടോട്ടലി ഈ ട്രെയിൻ എത്ര ദൂരം കവർ ചെയ്താലാണ് ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ പറ്റുക? 1 കിലോമീറ്ററും പ്ലസ് ഈ ട്രെയിനിന്റെ ലെങ്ത്തും കൂടെ അത് കവർ ചെയ്യണം, എന്നാലാണ് അതിന് ബ്രിഡ്ജ് കടന്നു പോകാൻ പറ്റുന്നത് അല്ലെ. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടെ കവർ ചെയ്യേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഞാൻ എസ് എന്ന് എഴുതുവാണേ, 1 കിലോമീറ്റർ പ്ലസ് 100 മീറ്റർ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒന്നുകിൽ കിലോമീറ്ററിൽ ആഡ് ചെയ്തിട്ട് എഴുതാം, അല്ലെങ്കിൽ മീറ്ററിൽ ആഡ് ചെയ്തിട്ട് എഴുതാം. അതായത് 1 കിലോമീറ്റർ പ്ലസ് 100 എന്ന് പറയുമ്പോൾ 101 എഴുതാൻ പറ്റില്ല. നമ്മൾ ഒന്നുകിൽ എന്ത് ചെയ്യണം? 1000 മീറ്റേഴ്സ് പ്ലസ് 100 മീറ്റേഴ്സ് എന്ന് എഴുതണം. അല്ലാന്നുണ്ടെങ്കിൽ 1 കിലോമീറ്റർ പ്ലസ് 0.1 കിലോമീറ്റർ എന്ന് എഴുതിയിട്ട് 1.1 എന്ന് എഴുതാം. അപ്പൊ ഏത് രീതിയിൽ എഴുതിയാലും കുഴപ്പമില്ല. ഞാൻ ഇവിടെ SI യൂണിറ്റിൽ തന്നെ എഴുതുവാണ്. ഇത് നിർബന്ധമില്ല. ഞാൻ 1100 മീറ്റർ എന്ന് എഴുതി. നിങ്ങൾക്ക് വേണമെങ്കിൽ 1.1 കിലോമീറ്റർ എന്ന് എഴുതിയാലും തെറ്റില്ല. ഓക്കെ, പക്ഷെ 101 എന്ന് എഴുതാൻ പാടില്ല. കാരണം കിലോമീറ്ററിന് മീറ്ററിന് നമുക്ക് ഒരുമിച്ച് ആഡ് ചെയ്യാൻ പറ്റില്ല. ഒരേ യൂണിറ്റിലോട്ട് മാറ്റിയിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ഏത് രീതിയിൽ എഴുതിയാലും കുഴപ്പമില്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? സ്പീഡ് 60 km/h എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ മീറ്ററിൽ എഴുതിയത് കൊണ്ട് സ്പീഡ് V എന്ന് എഴുതുന്നത് 60 × 5/18 ചെയ്യണം. മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം. അപ്പൊ എന്റെ ആൻസർ സെക്കൻഡിലാണ് കിട്ടുക. അല്ലാന്നുണ്ടെങ്കിൽ 1.1 കിലോമീറ്ററിന് ഡിസ്റ്റൻസ് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് 60 km/h തന്നെ എഴുതാം. ആൻസർ കിട്ടാൻ പോകുന്നത് അവറിലായിരിക്കും. ഈ രണ്ട് മെത്തേഡും ഇവിടെ അപ്ലിക്കബിൾ ആണ്. കാരണം ആക്സലറേഷൻ ഇൻവോൾവ് ചെയ്തിട്ടില്ല. ആക്സലറേഷൻ ഇൻവോൾവ്ഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം. അപ്പൊ ഞാനിവിടെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റി എഴുതി. ടൈം ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം
സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അതിൽ നിന്ന് എന്താ കിട്ടുന്നത്? ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. സോ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 110 ഡിവൈഡഡ് ബൈ സ്പീഡ് 60 into 5 by 18 ആണ്. അപ്പൊ ആ 18 നമുക്ക് ഇങ്ങോട്ട് എഴുതാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ അതിന്റെ ആൻസർ കണ്ടുപിടിച്ച് എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഫൈനലി നമുക്ക് ഒരുമിച്ച് കാൽക്കുലേഷൻ ചെയ്യുന്നത് എളുപ്പമായിരിക്കും. അപ്പൊ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഇവിടെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ 10 എന്ന് വരും. ഇവിടെ എന്ത് വരും? 3 എന്ന് വരും അല്ലെ? ഈ 10 ഇവിടുന്ന് ഒരു സീറോ കട്ടായി പോയി. ഈ 5 110 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 22 എന്ന് കിട്ടും അല്ലെ? 22 into 3 എന്ന് പറയുമ്പോൾ 66 സെക്കൻഡ്. അപ്പോൾ ഈ ട്രെയിൻ 1 കിലോമീറ്റർ ദൂരമുള്ള ബ്രിഡ്ജ് കവർ ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 66 സെക്കൻഡ് ആണ്. ഈ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ 1 കിലോമീറ്റർ മാത്രം എടുത്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്താൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടില്ല. കാരണം ട്രെയിനിന് ഒരു പെർട്ടിക്കുലർ ലെങ്ത് ഉണ്ട്. ആ ലെങ്ത് ഇവിടെ തന്നിട്ടുള്ളത് കൊണ്ട് ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ആ ലെങ്ത്തും കൂടെ കൂട്ടി ചേർത്തിട്ട് വേണം ചെയ്യാനായിട്ട്. 10ാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ 10 ക്വസ്റ്റ്യൻ അവസാനിപ്പിക്കാം. വീഡിയോ ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ബോറിംഗ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ദിവസങ്ങളിൽ തന്നെ ഞാൻ ബാക്കിയുള്ള പ്രോബ്ലംസും കൂടി സോൾവ് ചെയ്തിട്ട് വീഡിയോ ആക്കിയിട്ടിടാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ അവസാനത്തെ ചോദ്യം ഇതാണ്. വാട്ട് ഡു ദ ഗ്രാഫ്സ് ഷോൺ ബിലോ ഇൻഡിക്കേറ്റ്? താഴെ നമുക്ക് 2 ഗ്രാഫ് തന്നിട്ടുണ്ട്. രണ്ടും സ്പീഡ് ടൈം ഗ്രാഫ് ആണ്. വായിക്കാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മനസ്സിലാക്കുക, സ്പീഡ് ടൈം ഗ്രാഫ് ആണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ സ്പീഡ് ടൈം ഗ്രാഫ് നോക്കുമ്പോൾ നമുക്കറിയാം, ടൈം 0 ആവുന്ന സമയത്ത് ഒരു വലിയ വാല്യൂ സ്പീഡാണുള്ളത്. ടൈം കൂടി കൂടി വരുമ്പോൾ ഈ ഗ്രാഫ് താഴേക്ക് വരുന്നതിന്റെ അർത്ഥം എന്താണ്? സ്പീഡ് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ടൈം കൂടുന്നതിനനുസരിച്ച് സ്പീഡ് കുറയുന്ന ഫിനോമിനെ പറയുന്ന പേരാണ് റിട്ടാർഡേഷൻ, അല്ലെങ്കിൽ ഡീസിലറേഷൻ, അല്ലെങ്കിൽ നെഗറ്റീവ് ആക്സിലറേഷൻ. ഈ മൂന്നിൽ ഏത് വേർഡ് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. യൂണിഫോം റിട്ടാർഡേഷൻ, അല്ലെങ്കിൽ യൂണിഫോം ഡീസിലറേഷൻ, അല്ലെങ്കിൽ യൂണിഫോംലി നെഗറ്റീവ് ആക്സിലറേഷൻ. ഇതാണ് ആദ്യത്തെ ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഒരു കർവ് ആണ് അല്ലെ? ഒരു കർവ് ഷേപ്പിലാണ് ഗ്രാഫ് എടുക്കുന്നത്. കർവ് ഷേപ്പിൽ സ്പീഡ് ടൈം ഗ്രാഫ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതൊരു നോൺ യൂണിഫോം ആക്സിലറേഷൻ ആണെന്നുള്ളതാണ്. കുറച്ച് ഭാഗത്ത് അതിന്റെ സ്പീഡ് കണ്ടോ കുറഞ്ഞു വരുന്നു, പിന്നെ നോക്കുമ്പോൾ സ്പീഡ് കൂടി പോകുന്നു. അപ്പോൾ ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു ഇൻക്രീസോ ഡിക്രീസോ ഒന്നും അല്ല, കർവ് ഷേപ്പിൽ വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് എഴുതാം സെക്കൻഡ് ഗ്രാഫ് റെപ്രസെന്റ് നോൺ യൂണിഫോം മോഷൻ, അല്ലെങ്കിൽ നോൺ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്നുള്ളത്. അപ്പൊ ഈ 10 ചോദ്യങ്ങളും എങ്ങനെയാണ് നമ്മൾ സൊല്യൂഷനിലോട്ട് എത്തിയതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഡൗട്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് എഴുതാം. അതുപോലെ ഈ ഒരു സീരീസിന്റെ നെക്സ്റ്റ് എപ്പിസോഡ്സ് മിസ് ആവാതിരിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ടുഡേ. ഹാവ് എ വണ്ടർഫുൾ ഡേ ahead to all of you.